What is the meaning of garbage? Waste. Okay, very good. In computer, in 5th standard, I think you studied garbage in, garbage out. Isn't it? Okay, I don't remember in 5th or 3rd. Okay, garbage means waste. So every day we know that we have a lot of waste. At home there are waste, in schools there are waste, in offices there are waste, even on roads also there will be waste, isn't it? Okay. So if we simply throw the waste around the house, around the school, around in the office, hospitals and hotels, on roads, public places and all, what will happen? It will throw the waste like that way. നമ്മുടെ വീട്ടിലും സ്കൂളിലും അല്ലെങ്കിൽ ഓഫീസിലും ഇങ്ങനെ നമ്മുടെ എവിടെയാണെങ്കിലും വേസ്റ്റുകളുണ്ട് അല്ലെ? ഈ വേസ്റ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ റോഡിലും അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തും സ്കൂളിന്റെ പരിസരത്തും ഒക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ കണ്ടീഷൻ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? It will be too bad, isn't it? We know that all this waste will make bad smells, and we know that some waste will not decay in the soil. മണ്ണിലേക്ക് അലിഞ്ഞു ചേരാത്ത ഒത്തിരി വേസ്റ്റുകളുണ്ട്. Some waste it will decay, അലിയും, മണ്ണിലേക്ക് അലിഞ്ഞു ചേരും, ചീഞ്ഞ് അലിഞ്ഞു ചേരും. പക്ഷെ എല്ലാ വേസ്റ്റുകളും അങ്ങനെ അലിഞ്ഞു ചേരുന്നില്ല. എല്ലാ വേസ്റ്റുകളും അങ്ങനെ അലിഞ്ഞു ചേരുന്ന വേസ്റ്റുകളല്ല. അപ്പൊ നമുക്കറിയാം ഈ വേസ്റ്റുകളെല്ലാം പണ്ട് മുതലുള്ള വേസ്റ്റുകളെല്ലാം ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ കിടന്നാല് എന്ത് സംഭവിച്ചേനെ? നമ്മളൊന്നും ഉണ്ടാവത്തില്ലായിരുന്നു. ബിക്കോസ് അവർ ഏരിയ ഫുള്ളി കംപ്ലീറ്റ്ലി വേസ്റ്റ് ഹാവ് ബീൻ കവേർഡ് അപ്പ്. വേസ്റ്റ് കവർ ചെയ്യുമായിരുന്നു അല്ലെ? പണ്ട് മുതലുള്ള വേസ്റ്റ്. അപ്പൊ നമുക്കറിയാം ചില വേസ്റ്റുകള് മണ്ണിലേക്ക് ഇട്ട് 2-3 ദിവസത്തിനുള്ളിൽ മണ്ണിൽ അലിഞ്ഞു ചേരും അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മരത്തിന്റെ ചോട്ടിൽ വീഴുന്ന ലീവ്സ്, ഇലകളൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന ഫുഡ് വേസ്റ്റ്, just after eating the waste of the food, just we will throw out. Within 1 or 2 days, if we see, look there, we can we see there anything? No, that waste will be decayed in the soil, and sometimes some birds, animals and all eat that waste also. For example, crow. നമ്മൾ കളയുന്ന വേസ്റ്റ് ക്രോ വന്ന് തിന്ന് തീർക്കും അല്ലെ? നമ്മൾ അതുകൊണ്ട് തന്നെ ക്രോയ്ക്ക് പറയുന്ന പേരെന്താണ്? ദ ക്ലീനിങ് ബേർഡ് എന്നാ പറയുന്നത്. ക്ലീൻ ചെയ്യുന്ന ആളെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? അതുപോലെ ക്രോ മാത്രമല്ല, മറ്റു പക്ഷികളാണേലും ഇതുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ ഡോഗ്സ്, ക്യാറ്റ്സ് ഒക്കെ ഉണ്ടെന്നൊരു ഈ വേസ്റ്റ് എല്ലാം തിന്നോളും അല്ലെ? ഓക്കെ, അങ്ങനെ. ഇനി ഒരുപാട് വേസ്റ്റ് ആയി കഴിഞ്ഞാലോ? ഇതിപ്പോ നമ്മുടെ വീട്ടിലെ 1-2 ആളുടെ വേസ്റ്റിന്റെ കാര്യം, അല്ലെങ്കിൽ 5-6 പേരുടെ വേസ്റ്റ് ഓക്കെ. പക്ഷെ നമുക്കറിയാം ഹോട്ടലിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹോട്ടൽസ് ആൻഡ് സോ മെനി പീപ്പിൾ കം ടു ദ ഹോട്ടൽ ടു ഹാവ് ഫുഡ്, ആൻഡ് they cook a lot of food there in the hotels and all. So a lot of waste will be there. For example, if one family came to a hotel and ordered for biryani or rice, something like that way, if children are there, they will eat a little bit only. Like elders, they will not eat a lot. So sometimes they will waste food and all. So these wasted food, others will not eat. If a person eats and keeps a little bit remaining, will anybody eat that? No, nobody will eat. ആരെങ്കിലും ഹോട്ടലൊക്കെ പോയിട്ട് ഫുഡ് കഴിച്ച് ചിലപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത്. അവര് കഴിച്ചതിന്റെ ബാക്കിയുള്ള ഫുഡ് നമ്മൾ കഴിക്കാറുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ പുതിയതായിട്ട് ഹോട്ടലിലേക്ക് വരുന്ന ആൾക്ക് ആ ഫുഡ് കൊടുക്കാൻ പറ്റുമോ? അവർ കഴിച്ചതിന്റെ ബാക്കിയില്ല. If in our house, if a father or mother or children eat and a little bit of waste is there, sometimes other family members may eat that, but not others. Never will others eat, isn't it? ഇപ്പം എന്റെ വീട്ടിലെ ഫുഡില് ഞാൻ കുറച്ച് കഴിച്ചു, എന്റെ വീട്ടിൽ വേറൊരാളുണ്ട്, ആ ആള് വേണമെങ്കിൽ ചിലപ്പോ കഴിച്ചു, എല്ലാവരും കഴിച്ചെന്ന് വരില്ല. Some people don't like to eat the waste of others, but in some houses some people will. ഇപ്പൊ നിങ്ങളൊക്കെ കഴിച്ചതിന്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മമാര് കഴിക്കും, അല്ലെ? അമ്മ കഴിച്ചതിന്റെ ബാക്കിയുണ്ട്, ചിലപ്പോൾ നിങ്ങൾ കഴിച്ചെന്ന് വരും അല്ലെ? പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ ആള് നമ്മൾ കഴിച്ചതിന്റെ ബാക്കി കഴിക്കുവോ? ഇല്ല. അവര് കഴിച്ചതിന്റെ ബാക്കി നമ്മൾ കഴിക്കുവോ? ഇല്ല. നമ്മൾ ആ ബാക്കി വന്ന ഫുഡ് എന്ത് ചെയ്യും? ജസ്റ്റ് we will throw out, isn't it? That's all. പക്ഷെ ഒരു ഫാമിലിയിൽ നമുക്കറിയാം 5, 6, 3, 4 ഒക്കെ മെമ്പേഴ്സേ ഉള്ളൂ, അത്രയ്ക്കത്ര ഫുഡ് വേസ്റ്റ് ആകുന്നുള്ളൂ. ബട്ട് ഇൻ ഹോട്ടൽസ്, വാട്ട് അബൌട്ട് ദ കണ്ടീഷൻ ഓഫ് ഹോട്ടൽ ആൻഡ് ഓൾ? ഹോട്ടലിലൊന്നും അങ്ങനെയല്ല. ഒരുപാട് ആൾക്കാർ വന്ന് പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഒരുപാട് ഫുഡ് അവരാക്കുന്നു. ഇന്നത്തെ ഫുഡിന്റെ ബാക്കി ഉണ്ടെന്ന് വരും, നാളെ അവർ ചിലപ്പോൾ ചൂടാക്കി തരാൻ പറ്റുന്നതാണ്
അല്ലെങ്കിൽ ആ ഫുഡ് വേസ്റ്റ് ആയിട്ട് കളയും അല്ലെ. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഫുഡ് ഹോട്ടലിന്റെ ഒക്കെ പരിസരങ്ങളിൽ വേസ്റ്റ് ആയിട്ട് കിടക്കും. അപ്പൊ നമുക്കറിയാം ഫുഡ് അല്പം ഡിലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താമസിച്ചു കഴിഞ്ഞാൽ രാവിലെ ആക്കിയ ഫുഡൊക്കെ ചിലപ്പോൾ ഇപ്പൊ ചൂടുള്ള കാലാവസ്ഥയിൽ തന്നെ അത് കേടായി പോകുന്നുണ്ട്. സോ നമുക്കറിയാം ബാഡ് സ്മെൽ വിൽ കം. If you throw all this food near the hotel or near the house and all, what will happen? It will smell very badly, isn't it? Okay. Then what we have to do? Not only food waste at home, so many other waste will be there. What are the other waste at home? Joel. ഫുഡിന്റെ അല്ലാതെ വേറെ എന്തെല്ലാം വേസ്റ്റ് നമ്മുടെ വീടുകളിലുള്ളത്? പ്ലാസ്റ്റിക് ഐറ്റംസ് ആർ there. Okay, very good. Next. വേറെ ഐറ്റംസ് വേറെ എന്ത് വേസ്റ്റ് മനല്ലേ? ഇല്ല. ആദ്ര, what about you? In your house, how much waste is there? What all the Dust particles. Dust particles, okay. Dust undo. Paper. Undo? Papers. Paper, okay. അത്രയും വേസ്റ്റ് ഉള്ളൂ. അശ്വിന്റെ വീട്ടിലോ മോനെ എന്തെല്ലാം വേസ്റ്റ് വരും? നമ്മളിപ്പോ ഫുഡ് ഐറ്റംസ് അവള് കുക്ക് ചെയ്ത ഫുഡ് ആകാം, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയുള്ളതിന്റെ ഒക്കെ വേസ്റ്റ് വരും. കേടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കൊള്ളത്തില്ല അല്ലെ. ഓക്കെ, അതെല്ലാം അതിനകത്ത് പെടും. പിന്നെ ഈ പറഞ്ഞു ഇവര് ആരോ പറഞ്ഞ പേപ്പറിന്റെ വേസ്റ്റ് ഉണ്ട്. പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മുടെ വീടുകളിലുള്ള പ്ലാസ്റ്റിക് കവേഴ്സ് ആൻഡ് ഓൾ things that we purchase from shops and all, we will get in plastic covers. Almost all the items that we purchase from the shops and all, we get in plastic items, isn't it? Okay. That plastic covers and all are there, waste as waste. Okay, what about the other waste? Any other waste at home? പിന്നെ മിസ് തുണിന്റെ എന്തോ തുണി? തുണിന്റെ Okay, if tailors are there, means we know that if tailors are there, most of our having sewing machines at home will stitch. Some people's professions are stitching only, tailoring. Some just they may have a tailoring machine, but for our own uses and all. Okay, so you might have seen, or you might have gone to a tailoring shop and you might have seen so much of cloth waste after stitching. നമുക്കറിയാം ഇപ്പൊ നമ്മള് ഒരു ഡ്രസ്സിന് ഉടുപ്പിനൊക്കെ നമ്മൾ തുണി എടുത്ത് ടൈലറിംഗ് കടയിൽ കൊണ്ട് കൊടുത്ത ആ കംപ്ലീറ്റ് ക്ലോത്തും അവർ സ്റ്റിച്ച് ചെയ്യുന്നില്ല. അതിൽ കുറെ സ്മോൾ പീസസ് ഒക്കെ വേസ്റ്റ് ആയിട്ട് വരും. അത് പിന്നെ യൂസ്ഫുൾ അല്ല അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള അപ്പൊ കുറച്ച് കഴിയുമ്പോ നമുക്ക് ഒരു ടൈലറിംഗ് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കൂടിനകത്തൊക്കെ അവരിങ്ങനെ കടയിലൊന്നും വലിച്ചെറിയത്തൊന്നുമില്ല. മുറ്റത്തൂടെ എല്ലാം ഇങ്ങനെ ടൈലറിംഗ് ഷോപ്പിലൊക്കെ പോയിട്ട് ഇപ്പൊ ആരും വലിച്ചെറിയത്തൊന്നുമില്ല. അങ്ങനെ കളഞ്ഞാൽ ഇപ്പോൾ അത് കേസാകും അല്ലെ. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നു? ദേ വിൽ കളക്ട് ഓൾ ദോസ് വേസ്റ്റ് cloth, piece of clothes and then threads, like that where so many waste materials will be there. That all they will collect in plastic covers or in dustbins, and after finally they will dispose somewhere else. Okay. തുണിയുടെ വേസ്റ്റ് ഒക്കെ വരുന്നു. പിന്നെ നമ്മുടെ തന്നെ വേസ്റ്റ് തുണി വരുന്നുണ്ട് അല്ലെ. നമ്മളൊക്കെ ഉപയോഗിച്ച് കുറെ പഴകി കഴിഞ്ഞ് കഴിയുമ്പോൾ for you children, you people are small ones, you are growing children, so the dress will not be fit for you after few years. The dress that you are using now is fit for you now, but after 2-3 years it may not be fitting for you. You will grow, but the dress will not grow, isn't it? Okay, so those dresses are waste for you. If you have younger ones, brothers or sisters, younger ones are there, means they may make use it. But if there are no brothers and sisters for you as younger ones, it will be useless for you, isn't it? Then you will just throw it. But some cloth we will use for dust, removing the dust, like that and all. But all the clothes are not necessary. So what we will do? We will just throw it out. Okay. So ഇങ്ങനെ നമ്മുടെ വീടുകളിൽ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ട് അല്ലെ. ഫുഡ് ഐറ്റംസില് പ്ലാസ്റ്റിക് ഐറ്റംസ്, പിന്നെന്താ നിങ്ങൾ പറഞ്ഞ ഡസ്റ്റ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലോത്തിന്റെ വേസ്റ്റ്,
അങ്ങനെ നമ്മൾ ഉപയോഗിക്കും. നമ്മളുടെ പുസ്തകങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടെക്സ്റ്റ് ബുക്സ് ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല. ചിലത് യൂസ്ഫുൾ ആണ്, അതാണ് ചിത്രങ്ങളൊക്കെ വെട്ടിയെടുക്കാനോ കുറക്കാനോ ഒക്കെ ആയിട്ട്. പക്ഷെ all is not necessary. So what you will do? അതൊരു വേസ്റ്റ് ആയിട്ടിരിക്കും അല്ലെ. ഇനി ഇപ്പൊ നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ചിലപ്പം ഈ തമിഴന്മാരൊക്കെ വരും, ബുക്കുണ്ടോ, പഴയ നോട്ടുകളുണ്ടോ, ടെക്സ്റ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ചെറിയ പൈസക്ക് നമ്മൾ അത് വിറ്റ് ഒഴിവാക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, now you are studying in 6th standard. When you were in LKG, you got many books. UKG again more books. First standard onwards like that way, you had a lot of books all through these years. But if you have kept all those books at home, how many books would be in there, isn't it? The books that you have kept collected and kept from LKG to now 6th standard. This year is going to be end. This school year, academic year is going to end. Next month you will have exam, isn't it? Okay, then this book also is a waste for you. So if you are keeping all those books at home, you, your brother, sister, and everybody keeping this, how much space you would have needed to keep your book itself, isn't it? Okay. So usually what you will do when those people, these Tamil people or some people will come to collect the notebooks and the textbooks from our house, then we will just sell to them for a lower price. ചെറിയ പൈസക്ക് നമ്മൾ വിറ്റ് ഒഴിവാക്കും. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, LKG മുതൽ ഇപ്പൊ 6th വരെയുള്ള ബുക്കുകളെല്ലാം കൂടെ വീട്ടിൽ സൂക്ഷിച്ചിട്ട് വരുന്ന എന്തോ സ്ഥലം വേണം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മളുടെ കുറെ ഐറ്റംസ് നമ്മൾ അങ്ങനെ ഒഴിവാക്കും. പക്ഷെ എല്ലാം നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാതെ വരുന്നു. അപ്പൊ നമ്മൾ ക്ലിയർ അതിനെ അവിടെ ഇവിടെ എറിഞ്ഞു കളയാൻ പറ്റത്തില്ല. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഡിസ്പോസ് ഇറ്റ് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ നമ്മളത് കറക്റ്റ് ആയിട്ട് അത് വേസ്റ്റിനെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ അതിനെ നമ്മൾ സംസ്കരിച്ചെടുക്കണം, അല്ലെങ്കിൽ സംഭരിച്ച് വെക്കണം. അതെങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ ഇനി ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. ഈച്ച് ഹൗസ് ഹോൾഡ് ജനറേറ്റ്സ് ഗാർബേജ് ഓർ വേസ്റ്റ് എവറി ഡേ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എല്ലാ ദിവസവും വേസ്റ്റ് ഉണ്ട്. എന്റെ വീട്ടിലില്ല, നിന്റെ വീട്ടിൽ മാത്രമേ ഉള്ളൂ, അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെയും വീടുകളിലുണ്ട്. നമ്മൾ കഴിച്ച ഫുഡിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് വരികയല്ലേ. നമുക്കറിയാം, നമ്മുടെ അമ്മ കറി വെക്കുമ്പോ കറിവേപ്പില ഇടാറുണ്ട്, കറി ലീവ്സ് സെന്നിട്ട് ടേസ്റ്റിന് വേണ്ടി ഇടും. പക്ഷെ വിൽ ബി ഈറ്റ് ദാറ്റ്? വാട്ട് വി വിൽ ഡു? വിൽ ജസ്റ്റ് ഇലയൊക്കെ തിന്നാറുണ്ടോ? അരച്ചതാണെങ്കിൽ ഓക്കെ, അരച്ചിട്ടില്ല ഓക്കെ. എന്നാലും നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മുളകിന്റെ അംശം, മുളക് നമ്മൾ അതിന്റെ ടേസ്റ്റ് കറി കഴിഞ്ഞ് പിന്നെ അത് വേസ്റ്റ് ആണ്. കറി ലീവ്സ് ലൈക്ക് ദാറ്റ് വേ അങ്ങനെ തന്നെയാണ്. കറി ലീവ്സിന്റെ ടേസ്റ്റ് നമുക്ക് കറിക്ക് ആവശ്യമാണ്. പിന്നെ ഗുഡ് മോർണിംഗ്. ദ ലീഫ് ഈസ് എ വേസ്റ്റ്. സോ ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്ക് കളയുന്നു അല്ലെ. ഓക്കെ, അപ്പൊ എന്തായിട്ട് ആയിരുന്നാലും പിന്നെ നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കുറച്ച് വേസ്റ്റ് പോകും. അതിന്റെ അറ്റത്തൊക്കെയുള്ള സംഭവങ്ങളൊക്കെ, പയറോ പാവയ്ക്കൊക്കെയാണ് അതിൻ്റെ പാവയ്ക്കൊക്കെയാണ് അതിന്റെ ഉള്ളിലുള്ള കുരുവ്, ഇങ്ങനെ കുറെ സംഭവങ്ങൾ എന്തായാലും നമ്മുടെ വീടുകളിൽ ഡെയിലി വേസ്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ. സോ വി ത്രോ അവേ ഐറ്റംസ് ദാറ്റ് വി നോ ലോങ്ങർ നീഡ്. നമ്മൾ ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുവോ? ഇത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം നമ്മൾ ഒറ്റ എയറാണ് മുറ്റത്തോട്ട് അല്ലെ. The garbage generated by an entire town or city is collected by the municipal authorities from garbage dumps for disposal. നിങ്ങൾ ഈ ചിത്രത്തൊക്കെ തന്നിരിക്കുന്ന പോലത്തെ ബോക്സുകൾ കണ്ടിട്ടുണ്ടോ? പേജ് 197. So here in the picture, 2 boxes have been given. Have you seen such type of boxes anywhere? Yes. Different types. This is one model. Different types like this penguin or like other animals pictures. ഇങ്ങനെ പല തരത്തിലുള്ള വേസ്റ്റ് ബോക്സുകൾ നിങ്ങൾ പല പബ്ലിക് പ്ലേസുകളിലും കണ്ടിട്ടുണ്ട്. For what it is? To put the waste of the public there. ഇനി നമ്മുടെ ടൗണുകളിലല്ല, നമ്മളൊക്കെ താമസിക്കുന്ന വില്ലേജുകളിലാണ്. അപ്പൊ വില്ലേജുകളിൽ നമുക്ക് നമ്മുടേതായ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ നമുക്ക് വീടിന് ചുറ്റും ഇത്തിരി സ്ഥലമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് അങ്ങനെ കുറച്ചേ ഉള്ളെങ്കിൽ അവിടെയൊക്കെ ഇടാം. ഞാൻ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ അത് കാക്കയോ അല്ലെങ്കിൽ മറ്റു പക്ഷികളോ അനിമൽസോ ഒക്കെ വന്ന് തിന്നോളും, പട്ടി പൂച്ച അങ്ങനെയുള്ളതൊക്കെ തിന്നോളും. ഇല്ല എങ്കിൽ ഒരുപാടൊന്നും ഇല്ലെന്നെങ്കിൽ നമുക്ക് 2 ദിവസം കഴിയുമ്പോഴേക്ക് അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നോളും. ഇനി അതുമല്ല എങ്കിൽ നമുക്കൊക്കെ കുറച്ച് സ്ഥലം ഒക്കെ ഉണ്ടാകും. മിക്കവാറും എല്ലാവർക്കും തന്നെ അത്യാവശ്യം കുറച്ചെങ്കിലും സ്ഥലമൊക്കെ ഉണ്ട്. നമ്മുടെ മുറ്റത്തൊക്കെ ഇട്ടാലും അത്രയ്ക്ക് വേസ്റ്റ് ഉള്ളത്. പക്ഷെ ഒരുപാട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇടാൻ പറ്റില്ല, സ്മെല്ല് വരും. ഓക്കെ, ഇനി ബട്ട് ഇൻ ടൗൺസ് ആൻഡ് ഓൾ വി നോ ദാറ്റ് പീപ്പിൾ ആർ living there, very thickly populated region, towns and all. So people are living very close. So they have no
way to dispose their waste there or garbage. So what they will do, they will collect in plastic covers or something like that in dustbin center, and from municipality people, cleaners will come to collect their waste. They have a space, commonly. They will go and dispose their waste there. And every day from municipality, they will come with a vehicle and they will collect all those waste, and they will go and dispose in some far place. If you have gone to towns and all early morning, you might have seen people sweeping there and they were cleaning and all. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടൗണിലൊക്കെ പോകുമ്പോൾ രാവിലെ ഉച്ചയ്ക്ക് പോയിട്ട് കാണിയല്ല, രാവിലെ സമയത്തൊക്കെ നമ്മൾ ടൗണുകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ അടിച്ചു വരുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ബസ് സ്റ്റാൻഡ്, ടൗണുകളൊക്കെ അല്ലേ? ഓക്കെ, അത് നമുക്കറിയാം. അവർക്കല്ലാതെ നമ്മളെ പോലെ സ്ഥലമൊന്നും കാണത്തില്ല അവിടെയുള്ള ആൾക്കാർക്ക്. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവരായിരിക്കും. അപ്പൊ ഈ വേസ്റ്റ് ഒന്നും കളയാനുള്ള സൗകര്യമില്ല. പിന്നെ ഇത്രയും ആൾക്കാരുടെ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്മെല്ല് ഉണ്ടാക്കും അല്ലെ? ഇറ്റ് വിൽ എഫക്ട് ദ ലൈഫ് ഓഫ് ദാറ്റ് ഏരിയ പീപ്പിൾ. സോ ദേ വിൽ ജസ്റ്റ് കീപ് ദ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അവരിങ്ങനെ കൂടിനകത്തൊക്കെ കെട്ടിയിട്ട് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവെക്കും. അവിടുന്ന് മുനിസിപ്പാലിറ്റിയിലെ ആൾക്കാർ വന്ന് അവരുടെ വലിയ വണ്ടിയായിട്ട് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് അവരത് ഡിസ്പോസ് ചെയ്യും, ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ അതിൽ തന്നെ ഇവിടെ 2 എണ്ണം വെച്ചിട്ടുണ്ട്. 2 എണ്ണത്തില് യൂസ് മീ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഒരെണ്ണം എന്തിനുപയോഗിച്ചേക്കുന്നതാണ്? കെമിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകൾ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒന്നില്ല. പക്ഷെ നമ്മൾ മിക്കവാറും കാണാൻ ആരും അതൊന്ന് സോർട്ട് ചെയ്തിട്ടൊന്നും ഇടുന്നില്ല. നിങ്ങൾ ഈ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടെന്നതിൽ കണ്ടിട്ടുണ്ടാവും. അവർ നമുക്ക് അവിടെ വേസ്റ്റ് വരും, ഫുഡിന്റെ ഒക്കെ വേസ്റ്റ് വരും. അവരെപ്പോഴും വന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ക്ലീൻ ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ, ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരെ കണ്ടിട്ടില്ലേ? അപ്പൊ അവര് വന്ന് പറയും നിങ്ങൾ ഫുഡ് ഐറ്റംസ്, എന്നിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാക്കും ഭക്ഷണാവശിഷ്ടങ്ങൾ. അതിനകത്ത് ഭക്ഷണാവശിഷ്ടങ്ങൾ മാത്രമേ ഇടാവുള്ളൂ. പ്ലാസ്റ്റിക് ഒരിക്കലും അതിനകത്ത് ഇടാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് വേറൊരു ഗാർബേജ് ബോക്സ് വെച്ചിട്ടുണ്ടാവും, വേസ്റ്റ് ബോക്സ്. അതിൽ എഴുതിയിട്ടുണ്ടാവും പ്ലാസ്റ്റിക് ഐറ്റംസ്. അതായത് നമുക്കറിയാം, നമ്മളിപ്പോ ഷോപ്പിൽ പുറത്ത് പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാണും. ആ പ്ലാസ്റ്റിക് ഐറ്റംസ് ഈ ഫുഡ് ഐറ്റത്തിന്റെ കൂട്ടത്തിലിടരുത്. കാരണം ഇവർക്ക് ഡിസ്പോസ് ചെയ്യുമ്പോൾ 2 സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണം. മണ്ണിൽ അലിഞ്ഞു ചേരുന്നതെല്ലാം കൂടെ ഒന്നിച്ച്, മണ്ണിൽ അലിയാത്തതെല്ലാം കൂടെ ഒന്നിച്ച്. മനസ്സിലായോ? അപ്പൊ അവര് പക്ഷെ നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ പോകുന്ന എല്ലാവരും ഒന്ന് സെപ്പറേറ്റ് ഒന്നും ഇടില്ല. എല്ലാം കൂടെ കൊണ്ട് ഒരു കവറിനകത്തോട്ടും അതിന് അവര് വന്ന് ഒച്ചയുണ്ടാക്കും. കാരണം അവര് പിന്നെ അതിനകത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ. Okay, the garbage generated by an entire town or city is collected by the municipal authorities from garbage dumps or disposal. The amount of garbage is so huge that disposing it of is an immense problem. So ഇതെല്ലാം ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒത്തിരി ആൾക്കാരുണ്ട്, ഡെയിലി ഒരുപാട് വേസ്റ്റ് വരുന്നുണ്ട്. സോ ഇത് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ആണ്. നമ്മളുടെ വീട്ടില് ഒരാളുടെ വീട്ടിൽ ഇത്രയ്ക്ക് വേസ്റ്റ് വരുന്നുള്ളൂ. അത് നമ്മൾക്ക് പ്രോബ്ലം വരാത്തത് നമുക്ക് അത്യാവശ്യം പറമ്പുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പറമ്പിലോട്ട് ഇടാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളതുണ്ട്. ബട്ട് ഇൻ സിറ്റീസ് ആൻഡ് ടൗൺസ് ഇറ്റ് ഈസ് നോട്ട് സോ ഈസി ടു ഡിസ്പോസ് ഓൾ ദിസ് വേസ്റ്റ്. ഇതെല്ലാം ഈ വേസ്റ്റുകൾ നമ്മൾ ഇപ്പം ഗൾഫിൽ ടൗണിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക്, നിങ്ങളുടെ വീട്ടിൽ സപ്പോസ് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇഫ് യുവർ ഫാദർ ഹാസ് പർച്ചേസ്ഡ് സം ഫിഷ്, how your mother clean it? Most of the ladies at home, they will clean it out from outside only, the courtyard or somewhere. അല്ലേ? നിങ്ങൾ പലരുടെ അമ്മമാര് മീന് ഒക്കെ വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നത് എപ്പോഴും മുറ്റത്തോ വീട്ടിൽ നിന്ന് അകത്തുനിന്ന് കുറച്ച് മാറിയിട്ട് അല്ലെ, മുറ്റത്തൊക്കെ ഇരുന്നിട്ടാണ്. ഈ മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷെ എല്ലാവരും നല്ല ചില ആൾക്കാർ ഉള്ളിൽ തന്നെ ക്ലീൻ ചെയ്തൊന്നും വരും. പക്ഷെ മോസ്റ്റ് ഓഫ് ദം ലൈക്ക് ടു ക്ലീൻ ഇറ്റ് ഔട്ട്സൈഡ് ഇറ്റ്സെൽഫ്. കാരണം അതിന്റെ ആ സ്മെൽ, എന്തൊക്കെയാലും മീനിനൊരു ഉളുമ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ വീടിന്റെ ഉള്ളിലാകാതിരിക്കാൻ മാക്സിമം അവർ പുറത്തൊക്കെ പോയിരുന്നു മുറ്റത്ത് പോയി അത് ക്ലീൻ ചെയ്ത് അതിന്റെ വേസ്റ്റ് എല്ലാം പുറത്ത് കളയും. നമ്മൾ ആ വേസ്റ്റ് ഒക്കെ എന്താ ചെയ്യുന്നത്? സാധാരണ നമ്മൾ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളുടെ അമ്മമാർ എങ്ങനെയാ ചെയ്യുന്നത്? ആതിര, what about your mother? How, when she will clean the fish, what she will do the waste? അത് അവിടെ ഇട്ടിട്ട് അതിന്റെ മേലെ മണ്ണിടും. മണ്ണിടും. Okay. What about you, Justice? അത് പറമ്പിൽ കൊണ്ട് കളയും. പറമ്പിൽ കൊണ്ട് കളയും. ജുബാന, what about your mother's? Can't hear. ചെടിക്കൊഴിക്കും. മീനിന്റെ വേസ്റ്റ് ഒക്കെ. ഓക്കെ. ജോയൽ, മോന്റെ മമ്മി എന്ത് ചെയ്യും? ഫിഷ് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വേസ്റ്റ് ഒക്കെ
പറമ്പിൽ കൊണ്ടു കളയും. പറമ്പിൽ കൊണ്ട് കളയും. ഇനി ആരോള ഹരിനന്ദ്, വാട്ട് അബൌട്ട് യുവർ മദർ? തെങ്ങിന്റെ അവിടെ കൊണ്ടിടും. ഷാനിഫ് ഇതുവരെ ഓൺലൈനിൽ എത്തിയില്ല. ശ്രീവിഷ്ണു ഇവിടെ ഉണ്ടോ? പക്ഷെ ഞാനും തെങ്ങിന്റെ അവിടെ കൊണ്ടിരുന്നു. ഓക്കെ, മനസ്സിലായി. ഓക്കെ, നിങ്ങൾ എല്ലാരും പറഞ്ഞ ഏകദേശം ഒരു ആൻസർ തന്നെയാണ്. ശ്രീവിഷ്ണു കേട്ടില്ല, അൺമ്യൂട്ട് ചെയ്ത്. തെങ്ങിന്റെ അവിടെ കൊണ്ടുവരും. ഓക്കെ ഓക്കെ. ഹെവൻ, വാട്ട് അബൌട്ട് യുവർ മമ്മി? വേസ്റ്റ് ടാങ്കിൽ ഇടും. വേസ്റ്റ് ടാങ്ക് ഉണ്ട്. ഓക്കെ, ബയോഗ്യാസിന്റെ അല്ലേ? ശരി, ഓക്കെ, ഗുഡ്. ഓക്കെ, നമ്മൾ എല്ലാവരും വില്ലേജിൽ താമസിക്കുന്നവരായതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതെല്ലാം സംവാട്ട് ഓക്കെ, അതായത് സംവാട്ട് സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്. മീൻസ് ഒന്നുകിൽ നമ്മൾ പറമ്പിൽ തെങ്ങിന്റെ ചോട്ടിലോ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ട് നമ്മുടെ പറമ്പിൽ കൊണ്ടിടും, വീടിന്റെ അടുത്തൊന്നും ഇടാതെ, കാരണം സ്മെല്ലുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ ആരോ പറഞ്ഞു വേസ്റ്റ് ബയോഗ്യാസിന്റെ പ്ലാന്റ് ഉണ്ട്, അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന ഒരു ഇതുണ്ട്, അതിനകത്തിടും. Then somebody else said they will dispose it in the soil and cover it with the soil. Okay, അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നുകൊണ്ട് അത് നല്ല വളമായി തീരും. നമ്മൾ പറഞ്ഞ തെങ്ങിൻ ചോട്ടിലൊക്കെ ഇട്ട് കഴിഞ്ഞാലും, പിന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തെങ്ങിൻ ചോട്ടിലൊക്കെ പറമ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പട്ടി എന്തെങ്കിലും വന്ന് തിന്നിട്ട് പൊക്കോളും, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മണ്ണിൽ കിടന്ന് അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്നോളും. ഇത് നമ്മൾ വില്ലേജിലായതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇൻ ടൗൺസ് ഇറ്റ് ഈസ് നോട്ട് സോ പോസിബിൾ. ഒരു വീടിന്റെ മേളിൽ 4 വീടുകള് അല്ലെങ്കിൽ താഴെ 4 വീടുകള്, ഈ രീതിയിൽ അപ്പുറത്തിപ്പുറത്തും എല്ലാം വീടുകളായിട്ട് മുട്ടി വീടുകളായിട്ടുള്ള താമസിക്കുന്നത് അല്ലെ? സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ടൗണിൽ പോസിബിൾ അല്ല. അപ്പൊ അവിടെയുള്ളവരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാല് ഇവരെന്ത് ചെയ്യും, അതിന്റെ ഈ സോളിഡ് ആയിട്ടുള്ള വേസ്റ്റുകളെല്ലാം, മീനിന്റെ വേസ്റ്റ് വരുന്നതെല്ലാം ഒരു കവറിനകത്ത് ഇട്ടിട്ട് കവറിനകത്ത് കെട്ടി സൂക്ഷിച്ചു വെക്കും. ഈ വെള്ളം അവര് ക്ലോസറ്റിൽ കൂടിയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വാഷ് ബേസിലൂടെ കഴുകി പുറത്തു ആദ്യം കളയും. എല്ലാം ഉള്ളിൽ തന്നെ ഇവർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. എന്നിട്ട് ഇവർ ഈ പറഞ്ഞ മീനിന്റെ വേസ്റ്റ് വീട്ടിലും സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല, കാരണം നമുക്കറിയാം ഭയങ്കര സ്മെല്ലായിരിക്കും അല്ലെ? സോ വിത്തിൻ 3 hours ഇറ്റ് വിൽ സ്റ്റാർട്ട് ടു ഡീക്കേ, അത് ചെയ്യാനും തുടങ്ങും. അപ്പം വല്ലാതെ സ്മെല്ല്, വീട്ടിനുള്ളിൽ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അവര് പിന്നെ പുറത്ത് ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് കളയുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. ഇനി എല്ലാവർക്കും എപ്പോഴും കൊണ്ട് കളയാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അപ്പൊ അത് നന്നായിട്ട് ഒരു 2-3 കവറിനകത്തൊക്കെ കെട്ടി സൂക്ഷിച്ചു വെച്ചിട്ട് വേസ്റ്റ് കളയുന്ന സമയത്ത് അതിന് സ്മെല്ലൊന്നും പുറത്തോട്ട് വരാതെ രീതിയിൽ അവർ അത് ചെയ്യണം. പക്ഷെ നമുക്കിതൊന്നുമില്ല. നമുക്ക് മീൻ പറ്റുന്ന ഒരേറെ തെങ്ങിൻ ചോട്ട് വീണു, അല്ലെങ്കിൽ വല്ല പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെന്നൊരില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ മിക്കവാറും നമ്മുടെ വീട്ടിൽ പൂച്ചയില്ല പോലെ അയലോക്കത്തെ പൂച്ചയൊക്കെ മീനിന്റെ സ്മെല്ല് വരുമ്പോഴത്തേനും വരും, അതിന് ഇട്ട് കൊടുത്ത് തീർന്നു നമുക്കൊക്കെ. ടൗണിൽ അത് പോസിബിൾ അല്ല, കാരണം അവിടെ സ്പേസ് ഇല്ല, പോപ്പുലേഷൻ ഇസ് മോർ. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ഓരോ ദിവസവും ഇങ്ങനെ വേസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് വേസ്റ്റ് ആണ് വരുന്നത് അല്ലെ? The amount of garbage is so huge that disposing it of is an immense problem. Immense means a very big problem. It cannot be burnt as this generates smoke and poisonous gas. ഈ ഫുഡിന്റെ വേസ്റ്റ് ഒക്കെ നമുക്ക് കത്തിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം it will not burn properly and it will cause for a bad smell. ഇതൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ബാഡ് സ്മെൽ ഉണ്ടാകും, പോയിസണസ് ഗ്യാസ് ഉണ്ടാകാം. ഫുഡ് വേസ്റ്റ് മാത്രമല്ല ബാക്കി വേസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ? അപ്പം പിന്നെ അതുപോലെ സ്മെല്ലുണ്ടാകാം. ഇതെല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ്. It cannot be thrown into water as it will pollute the water. വെള്ളത്തിലും കൊണ്ട് കളയാൻ പറ്റത്തില്ല, കാരണം it will pollute the water. The water then cannot be used. If it is polluted, we cannot use that water. Cannot be thrown into water as it will pollute the water. Usually, cities garbage is disposed of in a low-lying open area, landfill. പിന്നെ ലാൻഡ്ഫിൽ നമ്മൾ നേരത്തെ പഠിച്ചാൽ തോന്നുന്നു, അതേ 7th സ്റ്റാൻഡേർഡിലാണ് ലാൻഡ്ഫില്ലിനെ കുറിച്ച് പഠിച്ചത്. നമ്മുടെ വേസ്റ്റ് ഒക്കെ കൊണ്ടിടാൻ പറ്റും. അതായത് ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇവര് കളക്ട് ചെയ്യുന്ന വേസ്റ്റുകളെല്ലാം കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇടും. പിന്നെ അതില് കുറെ നിറഞ്ഞു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും, അത് മണ്ണിട്ട് നികത്തും. മണ്ണിട്ട് നികത്തി കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മിനിറ്റ് മണ്ണിട്ട് നികത്തി അവിടെ പിന്നെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം എല്ലാ വേസ്റ്റുകളും കൊണ്ടിടുന്നതാണെന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം പ്ലാസ്റ്റിക്, മെഡിക്കൽ അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകൾ വരുന്നുണ്ട്. നമ്മുടെ മെഡിസിൻസിന്റെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല നിങ്ങളൊക്കെ എന്തോരം വേസ്റ്റ് വരുന്നുണ്ടല്ലേ? നമുക്ക് ട്രിപ്പ് ഒക്കെ ഇടുമ്പോഴത്തേന് ഈ ഗ്ലൂക്കോസ് ബോട്ടില്, പിന്നെ നമുക്ക് സിറിഞ്ച്, നീഡില്, പിന്നെ മരുന്നിന്റെ ബോട്ടിൽസ്, ഇതെല്ലാം വേസ്റ്റ് ആണ്. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ല. അത് പോയിസണബിൾ ആയിട്ടുള്ളതൊക്കെ കാണും, കാരണം ഹാംഫുൾ ആണ് നമുക്ക് അത്തരം വേസ്റ്റുകളൊക്കെ. പല രോഗികളെ ഇഞ്ചക്ട് ചെയ്യുന്നതാണ്, അപ്പൊ അവരുടെ രോഗാണുക്കളൊക്കെ ഉണ്ടാക്കും.
ഇത്തരം വേസ്റ്റുകളൊക്കെ വരുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവര് കൊണ്ട് ഈ ലാൻഡ് ഫില്ലിൽ കൊണ്ട് താഴ്ന്ന ഏരിയ, അതായത് കുന്നിറങ്ങി വരുന്ന പോലെ കുറെ ലോ ലാൻഡിലേക്ക് കൊണ്ടുപോയിട്ടിട്ട് അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഏരിയ ആയിരിക്കും. ലോ ലാൻഡിൽ കൊണ്ടുപോയിട്ട് കുറെ വേസ്റ്റുകളായി കഴിഞ്ഞ് വരുമ്പോൾ അത് മണ്ണിട്ട് നികത്തും. എന്നിട്ട് അവിടെ ഒന്നെങ്കിൽ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ബാക്കി ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ ഷെയർ ചെയ്ത് നോക്കാവേ. ഡൽഹിയിലുള്ള ഒരു പാർക്ക് ഉണ്ട്, ഇന്ദ്രപ്രസ്ഥ പാർക്ക് എന്ന് പറഞ്ഞ. ഓക്കെ, ആ ഇന്ദ്രപ്രസ്ഥ പാർക്ക് ഇതാ ഒരു പിക്ചറ്, കുറെ ഇന്ദ്രപ്രസ്ഥ പാർക്കിലെ ഒരു പിക്ചറ്. സീ ദിസ്, പിന്നെ വലിയ പാർക്കാണ്, ഫേമസ് പാർക്കാണ്. നെക്സ്റ്റ് വണ് അതിന്റെ എൻട്രൻസ് ആണെന്ന് തോന്നുന്നു, ഇന്ദ്രപ്രസ്ഥ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എൻട്രൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വണ് വെരി ബ്യൂട്ടിഫുൾ പാർക്ക് ഇറ്റ് ഈസ്. ഇത് ഇതുപോലെ വേസ്റ്റ് എല്ലാം ഇട്ട് അതിനുശേഷം കുറെ കാലങ്ങളിലെ വേസ്റ്റ് എല്ലാം ഇട്ടതിന് ശേഷം പിന്നെ അത് ലാൻഡ് ഫില്ലാക്കി, എന്ന് വെച്ചാൽ മണ്ണിട്ട് നികത്തി അവിടെ ബ്യൂട്ടിഫുൾ പാർക്ക് ആക്കി വെച്ചൊക്കെയാണ്. ശരി, ഓക്കെ, കണ്ടില്ലേ കുറച്ച് പിക്ചർ. ഇന്ദ്രപ്രസ്ഥ പാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണ്. പക്ഷെ ആ പാർക്കിന്റെ അടിയിൽ എന്താണ്, ഈ പറയുന്ന വേസ്റ്റുകളെല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ അത് വലിയ കുഴിയുള്ള സ്ഥലമായിരുന്നു. എന്നിട്ട് അത് നികന്നു കഴിഞ്ഞപ്പോൾ അതിന് മേളിൽ മണ്ണിട്ടിട്ട് പിന്നെ ഇങ്ങനെ പാർക്കാക്കി. പക്ഷെ ആ സ്ഥലം നല്ല വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുകയാണ് അല്ലെ. ഓക്കെ, so usually cities garbage is disposed of in a low lying open area called a landfill. Here the part of garbage that can be used again is separated out. അതായത് ഇവിടെ കൊണ്ടിടുന്ന വേസ്റ്റില് നമ്മളിപ്പോ മുനിസിപ്പാലിറ്റിയിലൊക്കെ കിട്ടുന്ന വേസ്റ്റുകളിൽ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ റീയൂസ്, അതായത് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന വേസ്റ്റുകൾ, അതായത് ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ വരുന്നില്ലേ, നാച്ചുറൽ ഐറ്റത്തിൽ നിന്നുള്ള വേസ്റ്റ് വരുന്നത് വിൽ ബി സെപ്പറേറ്റഡ്. അത് സെപ്പറേറ്റ് ചെയ്ത് റീസൈക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലും രീതിയിൽ റീയൂസ് ചെയ്യാനുള്ള ഇതിലേക്കാക്കും. മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നതാണെങ്കിൽ വളമാക്കുകയോ ഒക്കെ ചെയ്യും. അല്ലാതെ വരുന്ന വേസ്റ്റുകൾ, അതായത് പ്ലാസ്റ്റിക് ഒക്കെ പോലെയുള്ള മണ്ണിലേക്ക് അലിഞ്ഞു ചേരാത്ത വേസ്റ്റുകളെല്ലാം കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി ഇട്ടിട്ട് കുറേ ആകുമ്പോൾ, ഒരുപാട് ആൾക്കാർ താമസിക്കുന്നില്ലേ, അപ്പൊ കുറെ ആളുകളാകുമ്പോഴത്തേനും അതിങ്ങനെ ഫില്ലാകും. ഫില്ലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പിന്നെ മണ്ണിട്ട് നിൽക്കും. Here, the part of garbage that can be used again is separated out. The non-useful part is spread over the landfill and cover it with a layer of soil. After the landfill is completely full, it is converted into a park or a playground. So, നമ്മൾ കണ്ട ഒരു പാർക്ക് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് പ്ലേ ഗ്രൗണ്ട് ആക്കും, വലിയ മൈതാനമൊക്കെ ആക്കും, എന്നിട്ട് കളിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. The Indraprastha Park in New Delhi is built on such a landfill. Now you have seen that Indraprastha Park. Next, types of waste. How many types of waste are there? There are two types of waste. First one is the decaying waste. Second one is non-decaying waste. In the at the end of the day, after you have had a dinner and
The kitchen has been cleaned. Open the garbage bin in the kitchen. Also look at the dustbin kept in the other rooms of your house. Look at the waste generated during the day. Make a list of the types of items in waste. Which of the items do you think can rot and mix with the soil? Which items do you think will not rot? Rot എന്ന് പറഞ്ഞാൽ ചീഞ്ഞളിയുക, മണ്ണിലേക്ക് അലിഞ്ഞു വരുന്നതൊക്കെ അർത്ഥം കേടുവരുന്നത്. ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് one day after the night food and all, after the kitchen and all is cleaned, just open the dustbin of your house. So if your mother has kept a dustbin in the kitchen to put the waste and all, just open and see that what type of waste will be there in the kitchen. കിച്ചണിലെ സാധാരണ നമുക്ക് കിട്ടുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ആയിരിക്കും അല്ലെ. കാരണം നമ്മൾ കഴിച്ചതിന്റെ ബാക്കി വരുന്ന വേസ്റ്റുകളും പച്ചക്കറി കട്ട് ചെയ്യുന്നതും ഫ്രൂട്ട്സിന്റെയും അങ്ങനെയുള്ള വേസ്റ്റുകളായിരിക്കും കിച്ചണില് നമ്മുടെ ഡസ്റ്റ്ബിനിൽ ഇടുന്നത്. ഇനി അതേസമയം നമ്മുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ നമ്മളൊരു ഡസ്റ്റ്ബിൻ വെക്കാറുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നത് മോസ്റ്റ്ലി എന്താണ്, ഫുഡ് ഐറ്റംസ് കൊണ്ട് നമ്മൾ ബെഡ്റൂമിൽ കൊണ്ടിടാറുണ്ടോ? തിന്നതിന്റെ ബാക്കി വേസ്റ്റ് ഉണ്ടെന്ന രീതിയിൽ മുളകിന്റെയും കറിവേപ്പിലയുടെ ഒക്കെ വേസ്റ്റ് ഉണ്ടെന്നൊരു നമ്മൾ കൊണ്ടുപോയിട്ട് കിടക്കുന്ന മുറിയിലെ ഡസ്റ്റ്ബിനിൽ കൊണ്ട് വെക്കാറുണ്ടോ? ഇല്ല, അത് കിച്ചണിൽ തന്നെ. സാധാരണ നമ്മൾ അങ്ങനെയൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ അത്രയൊക്കെ വേസ്റ്റ് വരുന്നുള്ളൂ, നമ്മളത് മുറ്റത്തോട്ട് വലിച്ചെറിയുള്ളൂ അല്ലെ. ചില വീടുകളിലൊക്കെ പക്ഷെ അടുക്കളയിൽ തന്നെ അതിന് വേണ്ടിയിട്ട് ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട്. ഫുഡ് ഐറ്റംസ് എല്ലാം അതിനകത്തിടും. എന്നിട്ട് പിറ്റേ ദിവസം അല്ലെങ്കിൽ രാത്രിയിലെ ഫുഡെല്ലാം കഴിഞ്ഞ് എല്ലാം ക്ലീനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പുറത്ത് കൊണ്ട് ഡിസ്പോസ് ചെയ്യും. പുറത്ത് വെക്കും, കാരണം സ്മെല്ല് വരും, അത് പെട്ടെന്ന് കേടായി പോകും അല്ലെ. ഫുഡ് നമുക്കറിയാം, ഇന്നത്തെ ഫുഡ് നാളെ രാവിലെ ആകുമ്പോഴത്തേനും മിച്ചം ഉണ്ടെന്നൊരു ബാഡ് സ്മെല്ല് വരും, ചീത്ത സ്മെല്ല് വന്നു കഴിയുമ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഇത് നോക്കും. ഇനി നമ്മുടെ റൂമിലൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞും വരുന്ന വേസ്റ്റുകൾ, പ്ലാസ്റ്റിക് അങ്ങനെയൊക്കെയുള്ള വേസ്റ്റുകളായിരിക്കും നമ്മുടെ റൂമിലുള്ള ഡസ്റ്റ്ബിൻ. നിങ്ങളൊക്കെ വീടുകളിലുണ്ടോ ഡസ്റ്റ്ബിൻ വെക്കാറുണ്ടോ? ഇല്ലേ? അപ്പൊ ഇനി പറയണം. അപ്പൊ നിങ്ങൾ മിഠായി ഒക്കെ തിന്നേക്കും പേപ്പർ മിറ്റത്തോട് വലിച്ചെറിയാണ് ചെയ്യുന്നത്. എന്തായാലും കുട്ടികളായി നിങ്ങൾ എല്ലാവരും ചോക്ലേറ്റ് ഒക്കെ വാങ്ങിക്കാറുണ്ട്, കിട്ടും അല്ലെ. അപ്പൊ അത് തിന്നു കഴിയുമ്പോൾ അതിന്റെ വേസ്റ്റ് പേപ്പർ ഒക്കെ എന്ത് ചെയ്യും? വാട്ട് അബൌട്ട് യു ജസ്റ്റസ്? ബിന്നി കൊണ്ടിടും. ഉണ്ട്. അപ്പം ഡസ്റ്റ്ബിൻ ഉണ്ട് അല്ലെ. ഓക്കെ, നമ്മുടെ വീടുകളിൽ മിക്കവാറും എല്ലാ വീടുകളിലും തന്നെ ഒരു ഡസ്റ്റ്ബിൻ എന്തായാലും കാണും. നമ്മുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിയുമ്പോഴത്തേക്കും മൊത്തം വേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഈ പ്ലാസ്റ്റിക് ഐറ്റം ഒന്നും കത്തിക്കാനൊന്നും എടുത്തില്ല. നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ പ്ലാസ്റ്റിക് കത്തിക്കാറുണ്ടോ? പ്ലാസ്റ്റിക് വേറെ ഒരു ചാക്കിലിടുവായിരുന്നു. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാനാ. പ്ലാസ്റ്റിക് ഐറ്റംസ് നമ്മൾ അപ്പൊ അവര് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് നമ്മളൊരു വേറൊരു ഇതിനകത്തോട്ട് കളക്ട് ചെയ്ത് മാറ്റി വെക്കണം. നമുക്കറിയാം, ഇപ്പം കടയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ പേപ്പറിൽ പൊതിഞ്ഞു കൊണ്ടുവരാറുണ്ട്. കടയിലെ പ്ലാസ്റ്റിക്കുകൾ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി അവരെല്ലാം പേപ്പറിൽ പൊതിഞ്ഞിടുന്നു. ആ പേപ്പറുകളൊക്കെ നമുക്ക് കത്തിക്കാൻ ഉപയോഗിക്കാം അല്ലെ. അത് കത്തിക്കാൻ പറ്റുന്നതാണ്, പ്ലാസ്റ്റിക് പോലെ ഹാംഫുൾ അല്ല. പക്ഷെ നമ്മള് പല സാധനങ്ങളും പ്ലാസ്റ്റിക് കവറിനകത്ത് തന്നെ ഇട്ട് കൊണ്ടുവരുന്നു. പിന്നെ നമുക്കറിയാം, മുളക്, മല്ലി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് കവറിലാണ് പാക്ക് ചെയ്ത് വരുന്നത്. നമ്മൾ വാങ്ങുന്ന ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ. അപ്പൊ ആ പ്ലാസ്റ്റിക് ഐറ്റംസ് വാഷ് ചെയ്യേണ്ടതാണെങ്കിൽ എണ്ണയോ പാലോ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ പറ്റുന്നതാണെന്നെങ്കിൽ അത് നമ്മൾ ആ പ്ലാസ്റ്റിക് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ഉണക്കിയിട്ട് സൂക്ഷിച്ചു വെക്കുക. അല്ലാത്തത് നമ്മൾ സാധനം എടുത്തതിന് ശേഷം വേറെ അങ്ങനെ തന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ ഇടയ്ക്ക് വരും അത് കളക്ട് ചെയ്യാൻ വേണ്ടി. ഹരിത കർമ്മസേന എന്ന് പറഞ്ഞ ഒരു ടീം അംഗമുണ്ട്. അവര് വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കളക്ട് ചെയ്യും. ജസ്റ്റ് ഐ തിങ്ക് വി ഹാവ് ടു പേ 30 rupees സംതിങ് അവര് വരുന്നതിന്റെ ചാർജ്. കാരണം ഇതെല്ലാം കൊണ്ടുപോകണം. അപ്പം ഒരിക്കലും നെവർ ഷുഡ് ബേൺ ദ പ്ലാസ്റ്റിക് ഐറ്റംസ്, പ്ലാസ്റ്റിക് കവേഴ്സ് ഓർ അതർ ഐറ്റംസ് അറ്റ് ഹോം. ഈവൻ ഇഫ് ഇറ്റ് ഈസ് സ്മോൾ വൺ, യു ഷുഡ് നോട്ട് ബേൺ ഇറ്റ്. യു ഹാവ് ടു കീപ് ഇറ്റ് ലൈക്ക് ദാറ്റ് വേ ഫോർ ദ Harita Karma Sena members to come and collect from our house. Okay. Here one landfill in the picture on the page 198. Now the class may cut off. After 5 minutes again you can rejoin. Okay, landfill okay എന്തോരം വേസ്റ്റ് കൊണ്ടിട്ടിരിക്കുന്നത് കുന്നാണ് അല്ലെ. കുന്നിറക്കമാണ്. അതിങ്ങനെ ഇട്ടിട്ട് കുറെ കഴിയുമ്പോൾ അത് ഫുള്ളാകും. ഫുള്ളായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം ഫുള്ളാകാറാവും. പിന്നെ അതിന്റെ മേലിലേക്ക് മണ്ണ് കൊണ്ട് തട്ടും. എന്നിട്ട് അത് പിന്നെ കൺവേർട്ട്, നമുക്ക് അവിടെ വീടൊക്കെ വെച്ച് താമസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പാർക്ക് പോലെയോ അല്ലെങ്കിൽ പറഞ്ഞ പ്ലേ ഗ്രൗണ്ട് പോലെയൊക്കെ ആക്കി ഇതാക്കുന്നത്. There are 2 types of waste that we generate depending on their sources. First one is biodegradable waste. Next one is non-biodegradable waste. ബയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. പ്രകൃതിയിലേക്ക് അലിഞ്ഞു ചേരുന്ന, മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന വേസ്റ്റുകൾ.
biodegradable waste is a waste that will decay and mix with the soil. മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്നത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ മിനിയാന്നിട്ട ചോറിന്റെ ബാക്കി, അരിയുടെ ബാക്കിയൊക്കെ അല്ലെങ്കിൽ ചോറിന്റെയോ അല്ലെങ്കിൽ പച്ചക്കറിയുടെ ഒക്കെ ബാക്കി നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഇട്ട സ്ഥലത്ത് പോയി നോക്കി കാണത്തില്ല. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് യുവർ ഇൻ യുവർ ഹൗസ് മദേഴ്സ് വിൽ പുട്ട് ദ വേസ്റ്റ് മീൻസ് വെജിറ്റബിൾ വേസ്റ്റ് ആൻഡ് ഓൾ, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്തതിന്റെ വേസ്റ്റ് ഒക്കെ നമ്മളിപ്പോ നമ്മുടെ വീടുകളിലുള്ള ചെടിച്ചട്ടിയിലൊക്കെ കൊണ്ടിടും അല്ലെ. അത് മണ്ണിലേക്ക് അരിഞ്ഞ് നല്ല വളമായി മാറും. ചായ വെച്ചിട്ട് ചായയുടെ ആ വേസ്റ്റ് ഇല്ലേ, ചായ മട്ടെന്ന് പറയുന്നേ, ചായപ്പൊടി, ആ വേസ്റ്റ് കൊണ്ടുപോയിട്ട് നമ്മളെ റോസ് ചെടിയുടെയും മറ്റു പ്ലാന്റിന്റെയോ എന്തിന്റെ ആണെങ്കിലും ചോട്ടിലൊക്കെ ഇടും. വളരെ നല്ലതാണത്. നമ്മുടെ ക്ലാസ് ഇപ്പം കട്ടാവേ. ആഫ്റ്റർ 5 minutes നമുക്ക് ജോയിൻ ചെയ്യാം കേട്ടോ.